നമസ്കാരം. ബിഗ് ബോസിന്റെ പ്രൊമോ സമയത്ത് മോഹൻലാൽ പറഞ്ഞിരുന്നൊരു വാചകമുണ്ട്. ഒരുമാതിരി കളിപ്പാട്ടം ടാസ്കുമായിട്ട് സംഘാടകർ വന്നാൽ അവർക്കും കിട്ടും പണി എന്നുള്ളതാണ്. പക്ഷേ ബിഗ് ബോസ് അത് തിരുത്തി കുറിക്കുകയാണ് എന്നത് തന്നെ പറയേണ്ടി വരും. ഏകദേശം ഒരാഴ്ച പിന്നിടുന്നതിന് മുൻപ് തന്നെ ഒരു കട്ടക്കലിപ്പൻ ടാസ്കുമായിട്ടാണ് ബിഗ് ബോസ് എത്തുന്നത്. അതിനകത്ത് നമ്മൾ സാധാരണ ഈ ടാസ്കുകളൊക്കെ 70-80 ദിവസമൊക്കെ കഴിഞ്ഞിട്ടാണ് കണ്ടിട്ടുള്ളത്. പക്ഷേ ഇത് ആദ്യത്തെ ആഴ്ച തന്നെ ബിഗ് ബോസ് ടാസ്കുകളുടെ കട്ടി എത്രമാത്രമാണെന്ന് സൂചിപ്പിക്കുകയും കൂടി ചെയ്യുകയാണ് ഇതിലൂടെ. സത്യം പറയുകയാണെങ്കിൽ പ്രേക്ഷകർ ഞെട്ടലാണ്. ഇത്രയും വലിയ ടാസ്ക് ഒക്കെ ആദ്യ ആഴ്ച കൊടുക്കണം. അവരൊക്കെ ഒന്ന് സംസാരിച്ചൊന്ന് സെറ്റ് ആവട്ടെ. അതിനു മുമ്പ് തന്നെ ഇത്രയും വലിയ ടാസ്ക് ഒക്കെ എന്തിനാണ് കൊടുക്കുന്നത് എന്നൊരു ചോദ്യം പ്രേക്ഷകർ ചോദിക്കുന്നുണ്ട്. അതൊരു ഭാഗത്ത് നിന്ന് നടക്കുന്നുമുണ്ട്. എന്തായാലും ആ ടാസ്ക് ഇങ്ങനെയാണ്. ഈ ആഴ്ചത്തെ എവിക്ഷൻ നേരിടേണ്ടത് 4 പേരാണ്. ഒന്ന് ജിസേല്, ഷാനവാസ്, ഷൈത്യ, ബിൻസി. ഈ 4 പേരുമാണ് ഈ ആഴ്ചത്തെ എവിക്ഷൻ നേരിടേണ്ടി വരുന്നത്. ഈ 4 പേരുമാണ് ടാസ്ക് നേരിടേണ്ടി വരുന്നത്. ഇതിനകത്ത് വരുന്ന ഒരു പോയിന്റ് എന്ന് പറയുന്നത്, ബിഗ് ബോസിനെ ലൈറ്റ് അണയ്ക്കുമ്പോൾ രാത്രി ലൈറ്റ് അണയ്ക്കുമ്പോൾ ഇവർ 4 പേരും വീടിന് പുറത്തേക്ക് ഇറങ്ങണം. എന്നിട്ട് അവിടെ നിന്നിട്ട് അവിടെ ഒരു കട്ടിൽ കാണും. അവിടെ ഒരാൾക്ക് കിടക്കാം. ബാക്കി 3 പേരും ആ ചുറ്റുമുള്ളിടത്ത് തന്നെ കിടക്കണം. കിടന്നാൽ മാത്രം പോരാ. ഇതിനകത്തുള്ള പ്രധാന പ്രശ്നം, അവിടെ ഒരു റെഡ് സോൺ ഉണ്ട്. ആ റെഡ് സോൺ ഏരിയയിൽ ഈ 4 പേരിൽ ആരെ വേണമെങ്കിലും ഏതൊരു വ്യക്തിക്കും ഉറക്കത്തിനിടയിൽ ഉറങ്ങുകയാണെങ്കിലോ അല്ലെങ്കിലോ തള്ളിയിട്ടുകൊണ്ട് അല്ലെങ്കിൽ എടുത്ത് പൊക്കിക്കൊണ്ട് ആ റെഡ് സോണിലോട്ട് കൊണ്ടിടാം. അങ്ങനെ റെഡ് സോണിലേക്ക് കൊണ്ടിട്ടാൽ അവർ ഡയറക്റ്റ്ലി എവിക്റ്റഡാണ്. ഇതാണ് ആദ്യത്തെ ആഴ്ചയിലെ ടാസ്ക്. അതായത് ഉറക്കം കളഞ്ഞിരിക്കണം എന്നുള്ളത് വ്യക്തം. എന്തായാലും ഉറക്കം കളഞ്ഞ് മാക്സിമം പിടിച്ചു വയ്ക്കാൻ വേണ്ടി ഷാനവാസും ജിസേലും ഷൈത്യയും ബിൻസിയും ഒക്കെ ശ്രമിക്കുന്നുണ്ടെങ്കിൽ പോലും ഏറ്റവും അവസാനം ഉറങ്ങിയത് ജിസേലാട്ടോ. ജിസേൽ അതുവരെ പിടിച്ചു നിന്നു. പക്ഷെ ബാക്കിയുള്ളവരൊക്കെ ഇങ്ങനെ പിടിച്ചു നിൽക്കുന്നുണ്ടെങ്കിൽ പോലും നടക്കുന്നുണ്ടായിരുന്നില്ല. അപ്പാനി ശരത്തൊക്കെ എടുത്ത് പൊക്കിക്കൊണ്ട് ഔട്ടാക്കാൻ വേണ്ടിയിട്ടുള്ള ശ്രമങ്ങളൊക്കെ നടത്തി. പക്ഷെ അതൊന്നും വർക്കായില്ല എന്നുള്ളതാണ്. പക്ഷെ ആദ്യത്തെ ആഴ്ചയിൽ തന്നെ എവിക്ഷൻ ടാസ്ക് ആയിട്ട് കൊടുക്കുന്നതെന്ന് ആലോചിക്കും, ഒരു വലിയ ടാസ്ക്കാണ്. ആദ്യത്തെ ആഴ്ച തന്നെ ഉറക്കമൊക്കെ കളഞ്ഞിട്ട് അവിടെ വന്നിരുന്നോ എന്ന് പറഞ്ഞ് 4 പേരെ അവരുടെ വോട്ടിൻ്റെ അടിസ്ഥാനത്തിൽ തന്നെയാണ് അവർ തിരഞ്ഞെടുത്തത്. 4 പേർക്കാണ്. ഇവർ 4 പേരും ലൈറ്റ് ഓഫ് ആയി കഴിഞ്ഞാൽ ബിഗ് ബോസ് വീട്ടിൽ നിന്ന് പുറത്തേക്ക് നിൽക്കണം എന്നുള്ളതാണ് ആ പ്രധാനപ്പെട്ട ടാസ്കിൻ്റെ ഉദ്ദേശ ലക്ഷ്യം എന്ന് പറയുന്നത്. അത് വലിയ കട്ടക്കലിപ്പിൽ തന്നെയാണ് ബിഗ് ബോസ് എന്ന കാര്യത്തിൽ വ്യക്തമല്ല. 7ൻ്റെ പണി എന്ന് വ്യക്തമാക്കുന്നത് തന്നെയാണ് ആദ്യത്തെ ആഴ്ചയിൽ നിന്നും മനസ്സിലാക്കാൻ സാധിക്കുന്നത്. എന്തായാലും ബിഗ് ബോസിൻ്റെ ഭാഗത്തു നിന്നും ഇനിയും ഇതുപോലുള്ള ശക്തമായ ടാസ്കുകൾ ഉണ്ടാകുമെന്നുള്ളതാണ് മനസ്സിലാക്കുന്നത്. ആ ടാസ്കുകൾ ഇനി ഏതൊക്കെ വിധത്തിലാണെന്നുള്ളത്, കാരണം ഇതുവരെ മോഹൻലാൽ ആദ്യത്തെ ആഴ്ചയിൽ കാണാൻ വന്നിട്ടില്ല. അതിനുള്ള സമയമാകുന്നതേ ഉള്ളൂ. അപ്പോൾ ആ ഒരു ഘട്ടത്തിലും കൂടി എത്തി നിൽക്കുന്നതിന് മുൻപ് തന്നെ ഇത്രയും വലിയൊരു യമണ്ടം പണി, ഒരു മുട്ടം പണി തന്നെ അവിടുത്തെ ടാസ്കിൽ കൊടുത്ത് ഞെട്ടിപ്പിക്കുകയാണെങ്കിൽ അതിനകത്ത് വേറെ സംശയങ്ങളൊന്നുമില്ല. എവിക്ഷനിലേക്ക് വരാൻ ഇനി ആളുകൾ പേടിക്കും. കാരണം നാളിതുവരെയുള്ള 6 സീസണുകൾ നമ്മൾ ആദ്യത്തെ ആഴ്ചയൊക്കെ വളരെ വളരെ ലഘൂകരിച്ചിട്ടാണ് കണ്ടിട്ടുള്ളത്. ഒരു വലിയ ടാസ്ക് ഒന്നും കൊടുക്കാത്ത രീതിയിൽ തന്നെയാണ് വന്നിട്ടുണ്ട്. അതിന് ഒരുപാട് വിമർശനം ബിഗ് ബോസ് സംഘാടനത്തിന് നേരിടേണ്ടി വന്നിട്ടുണ്ട്. അപ്പോൾ ഒരു കാര്യം വ്യക്തമാണ്, മോഹൻലാലും ഇനി സോഫ്റ്റ് ആവില്ല എന്നുള്ള കാര്യത്തിൽ. കാരണം ഒരുപാട് റിസർച്ച് ചെയ്തുകൊണ്ട് ഒരുപാട് പണിവെട്ട് തന്നെയാണ് വന്നിരിക്കുന്നത്. നമ്മൾ ഹിന്ദി ബിഗ് ബോസിൽ സൽമാൻ ഖാൻ അവിടുത്തെ കണ്ടസ്റ്റൻസിനെ റോസ്റ്റ് ചെയ്ത് കാണുമ്പോഴേക്ക് കൊതി തോന്നിയിട്ടുണ്ട്. ഇങ്ങനെ പൊരിച്ച് നിർത്തണം എന്നൊക്കെ തോന്നിയിട്ടുണ്ട്. പക്ഷേ മോഹൻലാൽ ഇവിടെ വളരെ സോഫ്റ്റായിട്ടേ പെരുമാറിയിട്ടുള്ളൂ. അവിടെ നിന്നുകൊണ്ടൊരു വലിയ മാറ്റം ഉണ്ടാകാനുള്ളൊരു സാധ്യതയും കൂടിയാണ് കാണുന്നത് എന്ന കാര്യത്തിൽ തർക്കമൊന്നുമില്ല. അവിടെ നിന്നുകൊണ്ടാണ് ഇനി ഇത് എങ്ങനെയാകും മാറുക, കളി എങ്ങനെയാണ് മാറുക എന്നുള്ള കാര്യത്തിലും കൂടി ഒരു വ്യക്തത വരേണ്ടത്. ആദ്യത്തെ ആഴ്ചയിലെ ടാസ്ക് എന്തായാലും പൊളിച്ചിട്ടുണ്ട്. ഈ ടാസ്ക് എന്തായാലും ഇനി വരാൻ പോകുന്ന എവിക്ഷനിലുള്ളവർ കുറച്ചുകൂടെ പേടിക്കും. കാരണം ആദ്യത്തെ ആഴ്ചയിൽ ഇങ്ങനെയാണെങ്കിൽ വരുന്ന ദിവസങ്ങളിൽ എന്തെല്ലാമായിരിക്കും.